പ്രിയമുള്ളവരെ, ഞാൻ ശ്രീനാദേവി കുഞ്ഞമ്മ. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷനിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി നേടുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹം വോട്ടുകളായി രേഖപ്പെടുത്തി എന്നെ സ്നേഹപൂർവ്വം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വടികൊടുത്ത് അടിവാങ്ങിയിരിക്കുകയാണ് റിപ്പോർട്ടർ ടിവിയും പിണറായി വിജയന്റെ PR ഏജൻസി ആയിട്ടുള്ള വീരപ്പനും മൊട്ടയും ഒക്കെ ആ സംഘം വടികൊടുത്ത് അടിവാങ്ങിയിരിക്കുകയാണ്. താങ്ക് യു, ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ പരിശ്രമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ എറിഞ്ഞു വീഴ്ത്താൻ വേണ്ടി ഒരു ആയുധമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ആയുധമാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രീനാദേവിയെ സമീപിച്ചതെങ്കിൽ അത് വലിയ ഒരു ബൂമറാങ് പോലെ തിരിച്ചടിച്ചിരിക്കുകയാണ് നിങ്ങൾ. കാരണം നിങ്ങൾ രാഹുലിനെതിരെ ഒരു സാങ്കല്പിക ഇരയെ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് തയ്യാറാവാതെ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ശ്രീനാദേവി. ശ്രീനാദേവി ഇന്നിപ്പോ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തില് അവിടെ ശ്രീനാദേവി ഈ പറയുന്ന ജില്ലാ പഞ്ചായത്ത് അംഗമായ അതേ വാർഡില് അതേ ഡിവിഷനില് വീണ്ടും മത്സരിക്കുന്നു. പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് വീണ്ടും ശ്രീനാദേവി മത്സരിക്കുന്നു. പക്ഷേ ശ്രീനാദേവി ഇന്ന് മത്സരിക്കുന്നത് UDF സ്ഥാനാർത്ഥിയായിട്ടാണ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത്. ഇവർ നടത്തിയ ഒരു നീക്കം, ഈ പറയുന്ന റിപ്പോർട്ടർ ടിവിയും ഈ പറയുന്ന അടിമകളും ചേർന്ന് നടത്തിയ ഒരു നീക്കമാണ് ശ്രീനാദേവിയെ കോൺഗ്രസിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചത്. എന്താണ് ആ നീക്കം? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് സാങ്കല്പിക ഇരകളെ ഉണ്ടാക്കിക്കൊണ്ട് രാഹുലിനെ വെട്ടിവീഴ്ത്തുവാൻ നടത്തിയ ശ്രമം. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇവർ ഇറക്കിയ ആയുധങ്ങൾ, ഇവർ ഇറക്കിയ ഇരകൾ, ഈ സാങ്കല്പിക ഇരകൾ ഒന്നും എവിടെയും ക്ലച്ച് പിടിക്കാതെ വന്നപ്പോ ഒരു ഇര കൂടി വേണം, കുറച്ചുകൂടി ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇര കൂടി വേണം. അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഇവർ ശ്രീനാദേവി കുഞ്ഞമ്മയിലേക്ക് എത്തുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മയിലേക്ക് എത്താനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്ന് പത്തനംതിട്ട ജില്ലക്കാരിയാണ് എന്ന് പറഞ്ഞാൽ രാഹുലിന്റെ അതേ ജില്ലക്കാരിയാണ്, പത്തനംതിട്ടക്കാരിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശ്രീനാദേവി കുഞ്ഞമ്മ പള്ളിക്കൽ ഡിവിഷനിലെ പഞ്ചായത്ത് അംഗമാണ്. ഈ പള്ളിക്കൽ ഡിവിഷനിൽ പെടുന്ന പ്രദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ കൂടി പ്രതിനിധിയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. അങ്ങനെ വെച്ച് കഴിഞ്ഞാല് രാഹുലുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ രാഹുലിന്റെ നാട്ടുകാരത്തിയാണ്, രാഹുലുമായിട്ട് സ്വാഭാവികമായിട്ടും ഒരു കണക്ഷൻ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രീനാദേവി കുഞ്ഞമ്മയെ ബന്ധപ്പെടുന്നത്, സമീപിക്കുന്നത്. ആ ഒരു അർത്ഥത്തിലാണ്. അങ്ങനെ ശ്രീനാദേവി കുഞ്ഞമ്മയോട് കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾ രാഹുലിനെതിരെയുള്ള ഈ പറയുന്ന ആരോപണങ്ങളുമായിട്ട് നിങ്ങൾ രംഗത്ത് വരണം എന്ന് ശ്രീനാദേവി കുഞ്ഞമ്മയോട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ ശ്രീനാദേവി കുഞ്ഞമ്മയാണെങ്കിലോ അത്തരത്തിൽ ഒരു സാഹചര്യങ്ങളിലോ ഒരു പരിസരത്തോ ശ്രീനാദേവി കുഞ്ഞമ്മ അവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടവർ തന്നെ ഒരു സ്ത്രീയെ അപമാനിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നു. ആ തിരിച്ചറിവ് ശ്രീനാദേവി കുഞ്ഞമ്മക്കുണ്ടായി. കാരണം ശ്രീനാദേവി കുഞ്ഞമ്മ ഒരിക്കലും ഈ പറയുന്ന രാജാവ് നീട്ടുന്ന തീട്ടമല്ല നക്കിയിരുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മ ആഹാരമായി കഴിച്ചിരുന്നത് അരിയ ആഹാരമാണ്. അതിന്റെ വകതിരിവും അതിന്റെ തിരിച്ചറിവും അവർക്കുണ്ടായിരുന്നു. മാത്രവുമല്ല, നട്ടെല്ലവർ ആരുടെ മുമ്പിലും പണയം വെച്ചിട്ടുണ്ടായിരുന്നില്ല. സഖാവായിരിക്കുമ്പോൾ തന്നെ തങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ആളുകൾക്കെതിരെയുള്ള നിരന്തരമായ പോരാട്ടങ്ങൾ, ക്രിമിനലുകൾക്കെതിരെയുള്ള നിരന്തരമായ പോരാട്ടം നയിച്ച വ്യക്തിയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. അത് ഈ പറയുന്ന റിപ്പോർട്ടർ TV മനസ്സിലാക്കിയില്ല. ഇവർക്ക് ആള് മാറിപ്പോയി. ഇവർ കരുതിയത് സഖാവാണെന്ന് കരുതി ഇവരുടെ എല്ലാ തെമ്മാടിത്തരത്തിനും ഈ പറയുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ കൂട്ടുനിൽക്കുമെന്ന് ഇവർ കരുതി. പക്ഷേ കാര്യങ്ങൾ നേരെ തിരിച്ചായിപ്പോയി, ഇവരുടെ കയ്യിൽ നിന്ന് പോയി. ഇവർ ആഗ്രഹിച്ചതല്ല നടന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മ അതിന് കൂട്ടുനിന്നില്ല, ആ തെമ്മാടിത്തരത്തിന് കൂട്ടുനിന്നില്ല എന്ന് മാത്രമല്ല, ശ്രീനാദേവി കുഞ്ഞമ്മ വളരെ കൃത്യമായിട്ട് തന്റെ സ്റ്റാൻഡ് വെളിപ്പെടുത്തി. ഇവർ സമീപിക്കുന്നു, അതിന്റെ തൊട്ടടുത്ത ദിവസം ഈ പറയുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ അതിനെതിരെ പ്രതികരണം നടത്തുന്നു. തന്നെ ഇങ്ങനെ ഒരു മാധ്യമ പ്രവർത്തക സമീപിച്ചു, സാങ്കല്പിക ഇരയാകണമെന്ന് ആവശ്യപ്പെട്ടു, രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കണമെന്ന് ആവശ്യപ്പെട്ടു, രാഹുലിനെതിരെ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു, രാഹുലിനെ വെട്ടിവീഴ്ത്തുവാനുള്ള ആയുധമാകാൻ ഇവർ ശ്രീനാദേവി കുഞ്ഞമ്മയെ നിർബന്ധിച്ചു. പക്ഷെ അത് കൊണ്ടുവന്ന് ചെന്നെത്തിച്ചതോ ശ്രീനാദേവി കുഞ്ഞമ്മ ഈ പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് പടിയിറങ്ങുന്നതിലേക്കാണ് ഇതിലെ കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചത്. ഇന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പള്ളിക്കൽ ഡിവിഷനിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ്, UDF സ്ഥാനാർത്ഥിയാണ്.
അവർ നടന്നു കയറിയത് കോൺഗ്രസ് ക്യാമ്പിലേക്കാണ്. അതാണ് ഞാൻ ആദ്യം തന്നെ റിപ്പോർട്ടർ ടിവിക്ക് ഒരു നന്ദി പറയാനുള്ള കാരണം. ഇവരുടെ ഈ പറയുന്ന നെറികെട്ട പ്രവർത്തനം കൊണ്ട് ഒരു പാർട്ടി പ്രവർത്തകയെ കൂടി അല്ല, ഒരു ഉശിരിട്ട നേതാവിനെ തന്നെ പ്രസ്ഥാനത്തിന് ലഭിച്ചിരിക്കുകയാണ്. ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്നത് ഒരു മുൻ സഖാവാണ് എന്നുള്ള പ്രിവിലേജ് മാത്രമല്ല അവർക്കുള്ളത്. അവർ കഴിഞ്ഞ ദിവസം അവർ ഈ മെമ്പർഷിപ്പ് കോൺഗ്രസിലേക്ക് കയറി കോൺഗ്രസിന്റെ അംഗത്വം എടുക്കുന്നതിന് മുമ്പ് നടത്തിയ ഒരു പത്രസമ്മേളനമുണ്ട്. മാധ്യമങ്ങളോട് സംസാരിച്ച ഒരു ബൈറ്റുണ്ട്, ഒരു 6-7 മിനിറ്റ് വരുന്ന ഒരു ബൈറ്റുണ്ട്. അതെന്റെ കയ്യിലുണ്ട്. ഞാനതിവിടെ പ്ലേ ചെയ്യിപ്പിക്കാത്തതിനുള്ള കാരണം എന്ന് പറയുന്നത് വീഡിയോയുടെ ദൈർഘ്യം പരിഗണിച്ചിട്ടാണ്. ആ ബൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര പക്വമായിട്ട്, എത്ര സ്റ്റാൻഡേർഡ് ഉള്ള സംസാരമാണ് അവർ നടത്തിയത്. അവരുടെ പക്വത മാത്രമല്ല കേട്ടോ, അവർക്ക് വലിയ നോളജുള്ള, വലിയ കഴിവുള്ള വ്യക്തിയാണെന്ന് ആ വാർത്താ സമ്മേളനം മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ സംസാരങ്ങൾ, അവരുടെ സംസാരത്തിന്റെ രീതികൾ, അവർ ആ സംസാരത്തിൽ ഉപയോഗിച്ച വാക്കുകൾ, വലിയ ഒരു കഴിവുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. ആ ശ്രീനാദേവി കുഞ്ഞമ്മയെ ഇവർ സമീപിച്ചത് തന്നെ ഇവർക്ക് പറ്റിയ വലിയ അബദ്ധമായിരുന്നു. ഒരു പക്ഷേ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സാങ്കല്പിക ഇരയാകാൻ വേണ്ടി ശ്രീനാദേവി കുഞ്ഞമ്മയെ ഇവർ സമീപിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നും ശ്രീനാദേവി കുഞ്ഞമ്മ ഈ പറയുന്ന സഖാവായിട്ട് തന്നെ പള്ളിക്കൽ ഡിവിഷനിൽ മത്സരിപ്പിച്ചേനെ. പക്ഷെ മത്സരിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്ന് പറയുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മയെ തഴയുന്ന എല്ലാ നടപടികളും ഈ CPIയുടെ ഭാഗത്ത് നിന്ന്, സഖാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ. ശ്രീനാദേവി കുഞ്ഞമ്മ സഖാവായിട്ട് തുടർന്നേനെ. പക്ഷേ ഈ പറയുന്ന കോൺഗ്രസിലേക്കുള്ള അവരുടെ പ്രവേശനത്തെ, അവരുടെ വന്ന് ഈ കയറിയതിനെ സാധ്യമാക്കിയത് എന്ന് പറയുന്നത് അവർ ഇത്തരത്തിൽ ഒരു വലിയ ഒരു പ്രതിസന്ധി അഭിമുഖീകരിച്ചതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആത്മാഭിമാനമുള്ള ഏതൊരു മനുഷ്യന്, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ആ പരിസരത്ത് പോലും അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ എവിടെയും ഒരാളും കാണാത്ത ഒരു വ്യക്തി, ആ വ്യക്തിയെ അപമാനിക്കുന്ന രീതിയിലല്ലേ ഈ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. രാഹുലിനെതിരെ ഇരയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് അവരുടെ ആത്മാഭിമാനത്തിലേക്ക് മുറിവാണ്. അത് അവർ പറഞ്ഞു. അവരെ വല്ലാതെ വേദനിപ്പിച്ച കാര്യമാണെന്ന് അവർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു. ആ ഒരു സംഭവ വികാസം തന്നെയാണ് ഈ ശ്രീനാദേവി കുഞ്ഞമ്മയെ ഇന്ന് ഈ പാർട്ടിയിലേക്ക് വന്ന് എത്തിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്ന റിപ്പോർട്ടർ ടിവിക്ക് ആദ്യം തന്നെ ഒരു നന്ദി പറയാനുള്ള കാരണം ശ്രീനാദേവി കുഞ്ഞമ്മയെ കോൺഗ്രസിൽ എത്തിച്ചതിൽ മറ്റാർക്കും യാതൊരു പങ്കുമില്ല. അതിന്റെ എല്ലാ ക്രെഡിറ്റും ഈ പറയുന്ന റിപ്പോർട്ടർ ടിവിക്കാണ്. അവരുടെ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ ആണ് ശ്രീനാദേവി കുഞ്ഞമ്മയെ കോൺഗ്രസിലേക്ക് എത്തിച്ചത്. ഇന്നിപ്പോ അവര് ഈ പറയുന്ന പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് വീണ്ടും മത്സരിക്കുക. 20 വർഷത്തോളമായിട്ട് ഈ LDFന്റെ സ്ഥാനാർത്ഥി മാത്രം വിജയിച്ചു കയറുന്ന പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് വീണ്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ പള്ളിക്കലിലെ ജനപ്രതിനിധിയായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ വീണ്ടും മത്സരിക്കുക. വിജയം സുനിശ്ചിതമാണ്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോ അങ്ങനെ ശ്രീനാദേവി കുഞ്ഞമ്മയെ പാർട്ടിയിലേക്ക് എത്തിച്ചത് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരാണ്. എസ്പെഷ്യലി റിപ്പോർട്ടർ ടിവിയാണ്. റിപ്പോർട്ടർ ടിവിയുടെ ഇടപെടലുകൾ, രാഹുലിനെതിരെ അവർ പടച്ചു വിട്ടിരുന്ന വ്യാജങ്ങൾക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചതിന്റെ ഫലമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഇന്ന് കോൺഗ്രസിൽ എത്തി നിൽക്കുന്നത്. കാരണം രാഹുലിനെ വേട്ടയാടാൻ വേണ്ടി മുൻപന്തിയിൽ നിന്ന് നയിച്ചവരാണ് ഈ പറയുന്ന റിപ്പോർട്ടർ ടിവി. അവർക്ക് വലിയ താല്പര്യങ്ങളായിരുന്നു. അവരാണ് ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കിയത്. നിർമ്മിതമായ ഓഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കിയത് അവരാണ്. വ്യാജ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കിയെടുത്തത് അവരാണ്. അപ്പോ അവർക്ക് വലിയ താല്പര്യമായിരുന്നു രാഹുലിനെതിരെ വലിയ പട നയിക്കാൻ. അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു എക്സ്ട്രാ ഇൻട്രസ്റ്റ് റിപ്പോർട്ടർ ടിവിക്ക് പ്രത്യേകിച്ചും ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ. അങ്ങനെ അവർ പുറത്തു വിടുന്ന കാര്യങ്ങള്, അല്ലെങ്കിൽ അവർക്ക് ബ്രേക്കിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പുറത്തു വിടുന്ന കാര്യങ്ങൾക്ക് ഒരു ആധാരം, ഒരു അടിസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രീനാദേവി കുഞ്ഞമ്മയെ സമീപിച്ചത്. പക്ഷേ ശ്രീനാദേവി കുഞ്ഞമ്മ അതിന് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, അവർ അത് തുറന്നു പറയുന്ന ഘട്ടം തന്നെ ഉണ്ടായി. ഇന്നലെയല്ല അത് തുറന്നു പറഞ്ഞത്. ഈ പറയുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ ഏത് മാധ്യമമാണെന്നും ഏത് മാധ്യമ പ്രവർത്തകയാണെന്നും അവരുടെ പേരവിടെ പ്രതിപാദിച്ചില്ലെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം തനിക്കുണ്ടായി എന്ന് ഈ പറയുന്ന പ്രവൃത്തി നടന്നതിന്റെ, ഈ സംഭവം നടന്നതിന്റെ തൊട്ടു പിറകെ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു. നമ്മളെല്ലാവരും അത് കാണുകയും ചെയ്തു. അത് തന്നെയാണ് ഇന്ന് ശ്രീനാദേവി കുഞ്ഞമ്മയെ ഈ പറയുന്ന കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥിയായി, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായി ഇവിടെ വരെ എത്തിക്കുവാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്.